എൻ്റെ മുഖത്ത് ഈ സന്തോഷം കണ്ട് എൻ്റെ മാത്രമല്ല ബാക്കി എല്ലാവരുടെ മുഖത്ത് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഇന്ന് പർവ്വതമല പോകുക. കുറേ നാളുകൊണ്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് അവസാനം ഒന്നും നടന്ന് ആ സന്തോഷം ഒരുപാട് നേരം നിന്നില്ല. മഴ ഞങ്ങൾക്ക് പണി തന്നു. ഭയങ്കര മഴ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ 4 മണിക്ക് ഇറങ്ങിയിട്ട് 5 മണി വരെയൊക്കെ മഴ കാരണം കയറി നിന്ന്. എന്നിട്ട് ലാസ്റ്റ് എന്തായാലും പോകുമെന്ന് തീരുമാനിച്ച് പിന്നെയും മഴ കൊണ്ടിട്ട് അവിടെ നിന്ന് പോയി. ഇടി മിന്നലും എല്ലാം ഉണ്ടായിരുന്നു. ഒരുമാതിരി വൃത്തിയായിട്ടൊരു പോക്കായിരുന്നു. അതവിടെ ചെന്നപ്പോൾ മാറി കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് മഴ കുറയുന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. പക്ഷെ പോകുന്ന വഴിക്ക് പിന്നെയും മഴ പണി തന്നു. പിന്നെയും കയറി ഇന്ന് ഇനിയിപ്പോൾ എന്തായാലും നനഞ്ഞു വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പിന്നെ ഞങ്ങൾ തീരുമാനിച്ച് അവിടുത്തെ വെതറൊക്കെ നോക്കി ഞങ്ങൾ പോയി. അവിടെ മഴയ്ക്ക് ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് കണ്ടത്. പക്ഷെ എന്തായാലും തീരുമാനിച്ചിറങ്ങി. പോയ വഴിക്കുള്ള ജിഞ്ചി കാണുമ്പോൾ അല്ല എപ്പോഴും എൻ്റെ സംശയം ഈ കല്ലൊക്കെ എങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തവർ വെച്ച് ഇതെങ്ങനെ തന്നെ ഇങ്ങനെ ആയി എന്നുള്ളത്. പിന്നെ അവിടെയൊക്കെ കണ്ടോ ഫുൾ മഞ്ഞ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കും കുറച്ച് മഴ ഉണ്ടായിരുന്നു. അതിനുശേഷം അങ്ങോട്ട് പിന്നെ മഴയില്ലായിരുന്നു, സുഖമായിരുന്നു. പിന്നെ അങ്ങോട്ട് പിന്നെ കുറച്ച് വെയിലൊക്കെ വരാൻ തുടങ്ങി. അത്ര വലിയ വെയിലും ഇല്ലായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പോയ വഴിക്ക് വിശന്നുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ആ ഫുഡ് കഴിക്കാൻ നിർത്തിയതിൻ്റെ ഫ്രണ്ടിലൊരു മലയുണ്ടായിരുന്നു. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയ വഴിക്കൊക്കെ മല കാണുമ്പോൾ ഇനി ഇതാണ് പർവ്വതമല, ഇതല്ല അതിനടുത്ത് എത്താറായിട്ടുള്ള മാപ്പിൽ ഇനിയും ദൂരം ഉണ്ടെന്ന് അറിയാമെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാരണം ഇതാണോ മല എന്നൊരു സംശയം ഉള്ളിൽ കിടക്കുമായിരുന്നു. പക്ഷെ പോകുന്ന വഴിയൊക്കെ അതായത് തമിഴ്നാടിൻ്റെ ശരിക്കത്തെ ഭംഗി ഞാൻ കാണുന്നത് പർവ്വതമല പോയപ്പോഴും. ആ കാണുന്ന മലയാണ് പർവ്വതമല. ഇതിന് കാണുമ്പോൾ എത്ര മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് കയറാൻ ഒരുപാടുണ്ട്. ഞങ്ങളെ പോയ വഴിക്ക് ആ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. അങ്ങനെ എന്തായാലും ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി. പിന്നെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ പൈസ കൊടുക്കണം. അതിന് എല്ലായിടത്തും അങ്ങനെ ആണല്ലോ. പിന്നെ അവിടെ ഫുൾ കുറങ്ങാണ്ട് ഭയങ്കര ശല്യമാണ്. പിന്നെ ഞങ്ങൾ പർവ്വതമല കയറിയതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.